ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ്. കുറച്ച് ഓൾറെഡി ഞാൻ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ട്രൈ ചെയ്തിട്ടുള്ളതും ചിലത് ട്രൈ ചെയ്യാത്തതുമാണ് കേട്ടോ. ലോങ് ഹെയർ, അതേപോലെ തന്നെ കേളി ഹെയർ, അതേപോലെ ഫ്രിസി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുടി വളർച്ചയെ സഹായിക്കുന്നതായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ആമസോണിൽ ഇപ്പോൾ വാലന്റൈൻസ് ഡേ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് 40% മിനിമം ഡിസ്കൗണ്ടിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റിയൊരു സമയമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചില പ്രോഡക്റ്റുകൾ റേറ്റ് പറയുമ്പോൾ അത് ഡിസ്കൗണ്ട് ഇല്ലാതെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ടുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റ് പ്രൈസ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സെയിൽ നടക്കുന്ന സമയത്ത് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോൾ സ്റ്റോറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും ഡീറ്റെയിൽസ് നോക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബയോ ഓർഗാനിക്കിൻ്റെ ഹെയർ റീബോൺ അലോവേര ജെല്ലാണ് ഫസ്റ്റ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ പേര് പോലെ തന്നെ മുടി വീണ്ടും കിളിർക്കാനായിട്ട്, മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇത് താരൻ അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അലോവേര ജെല്ല്, അതേപോലെ തന്നെ വാൾനട്ട് ഓയില്, കയ്യോന്നി, ഇതിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ജെൽ ഫോമിലാണ് ഇതിരിക്കുന്നത്. അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി, ജസ്റ്റ് ട്രൈ ചെയ്തു, എന്നിട്ട് വേണ്ട വീഡിയോ ഇടാൻ. അപ്പം മുടി നന്നായിട്ട് മാനേജബിളായിട്ട് കിടക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ മുടിക്ക് തലയ്ക്ക് നല്ലൊരു കൂളിംഗ് ആണ് കേട്ടോ ഈ ജെല്ല് പുരട്ടുമ്പോൾ. അതേപോലെ തന്നെ ഇത് താരൻ ഉള്ളവർക്ക് താരൻ അകറ്റാനായിട്ട് സഹായിക്കും. ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ളവരുടെ ഒരു പ്രശ്നമാണ് പൊടി പോലുള്ള താരൻ വരിക എന്നുള്ളത്. നമ്മളത് അറിയണമെന്നില്ല, ലൈറ്റായിട്ടായിരിക്കും. അപ്പോൾ അത് മുടി വളർച്ചയെ അതുപോലെ തന്നെ കൊഴിച്ചിലിനൊക്കെ ഇടയാക്കാനായിട്ട് സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് സിമ്പിളായിട്ട് ഇതേപോലുള്ള ഹെയർ കെയർ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് സൾഫേറ്റ് ഫ്രീ, പാരബൻ ഫ്രീ എന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു ജെല്ലാണിത്. ഇത് ലോങ് ഹെയർ, ഫ്രിസി ഹെയർ, ഇതിനൊക്കെ നമുക്ക് നല്ലൊരു പ്രോഡക്റ്റാണ്. മുടി നന്നായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, ലോങ് ഹെയർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഷോർട്ട് ഹെയർ ആണെങ്കിൽ അവരുടെ മുടി ഹെൽത്തി ആയിട്ട് വയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ കുറച്ച് ജെല്ലെടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക. അതേപോലെ തന്നെ ഹെയറിലും അപ്ലൈ ചെയ്യാം. മുടിയുടെ അറ്റം പിളരുന്ന അവസ്ഥ മുടി വളർച്ചയെ സ്റ്റോപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് മുടിയുടെ അറ്റത്ത് ഇത് പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് കെയർ ആയിട്ട് നമുക്ക് രാത്രിയിൽ ഇത് അപ്ലൈ ചെയ്യാം, ഓവർനൈറ്റ് ഇത് അപ്ലൈ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 299 രൂപയാണ് കേട്ടോ. എർത്ത് റിതം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഷാംപൂ സോപ്പാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ സോപ്പാണ്. ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഇപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവർക്ക്, ഫ്രിസി ഹെയർ ഉള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ്. പല ടൈപ്പ് ഇതേപോലത്തെ ഷാംപൂ സോപ്പ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ വൈറ്റമിൻ ഇയും മുറുമുറു ബട്ടറും അടങ്ങിയിട്ടുണ്ട്. ഉപയോഗശേഷം ഇത് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഇത് അഴുകി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അലിഞ്ഞു പോകാൻ, പെട്ടെന്ന് ഇത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രൈ പ്ലേസിൽ വയ്ക്കുക. ഇതിൻ്റെ പ്രൈസ് 227 രൂപയാണ്. ഫിക്സ് മൈ കേൾസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കേൾ ക്രഞ്ചിങ് ഫ്ലാക്സീഡ് ജെല്ലിയാണ് ഈ വാങ്ങിച്ചിരിക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ ചുരുണ്ട മുടി ഇഷ്ടപ്പെടുന്നവർക്ക്, മുടിയുടെ ചുരുളിച്ച് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാവുന്നൊരു പ്രോഡക്റ്റാണ്. ഇത് ചെറിയ വേവി ഹെയർ ആയിട്ടുള്ളവർക്ക്, അവരിങ്ങനെ കേളി ഹെയർ ആയിട്ട് കിടക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. ഇത് കുറച്ച് കുളി കഴിഞ്ഞതിന് ശേഷം കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ അങ്ങോട്ട് ഒന്ന് ഞെക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചെയ്യുക. 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പം ഞാൻ ഓൾറെഡി ഹെയർ ക്രീമായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് പാരച്യൂട്ടിൻ്റെ ഈ ഒരു ഹെയർ ക്രീം. ഇത് അലോവേരയും അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലും കൂടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് 200 രൂപ റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വില 157 രൂപ, അങ്ങനെ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് മുടി മാനേജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഒരുപാട് പേര് ഇത് വാങ്ങി യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓൾറെഡി ഇത് കുറച്ചായതാണേ. റോസ്മേരി കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതും പാരച്യൂട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓയിലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 161 രൂപയാണ്. നമുക്കറിയാം റോസ്മേരി മുടി വളർച്ചയെ കൂട്ടുന്ന ഒരു കാര്യമാണല്ലേ. നമുക്കിപ്പോൾ ഒരുപാട് ഹെയർ കെയർ പ്രോഡക്റ്റുകളിലും ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് റോസ്മേരി. കൊള്ളാം, നല്ലൊരു ഓയിലാണ്, നോൺ സ്റ്റിക്കിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നല്ല സുഖമായിട്ട് മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഓയിലാണ്. കുളി കഴിഞ്ഞിട്ടും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ആ ഒരു രീതിയിൽ ലൈറ്റായിട്ട്. ഇപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ കുളി കഴിഞ്ഞിട്ട് ഇത് ഇത്തിരി എടുത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ നമ്മൾ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.